ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സുഖമായിരിക്കുകയാണ്. പ്രവീൺ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ അവൻ ഇരിക്കുകയാണ്. സ്കൂളിൽ വിടുന്നില്ല ഇപ്പോൾ. എന്തായാലും 2 ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സർജറിയുടെ കാര്യങ്ങളൊക്കെ അറിയട്ടെ. അല്ല, ഇടയ്ക്ക് വിടണം അവനെ. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു സന്തോഷമല്ലേ. ഇടയ്ക്കൊക്കെ ചെന്ന് കുറച്ച് സമയമൊക്കെ ഇരിക്കട്ടെ, അത് വിടണം. പക്ഷേ സർജറിയുടെ കാര്യങ്ങൾ, അതായത് 29-ാം തീയതി വരെ നമുക്ക് കുറച്ച് കൂടെ കെയർ ചെയ്യാനുണ്ട് അവനെ. ഞാൻ വിചാരിച്ചു 6-ാം തീയതി കഴിയുമ്പോൾ അവനെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ പുറത്തൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ, അതായത് 8-ാം തീയതി 6-ാം തീയതി ഡോക്ടറെ കണ്ടപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ 8-ാം തീയതി വീണ്ടും സർജറി ഡോക്ടറെ കാണുന്നു. അവരെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 29-ാം തീയതി കൂടെ കുറച്ച് നമ്മൾ ബ്രേക്ക് ഇട്ടിരിക്കണം, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാം, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ സ്കൂളിൽ വിടണം. ഇതിൻ്റെ ഇടയിൽ 29-ാം തീയതിക്ക് ഇടയിൽ ഒരു 2-3 ദിവസമൊക്കെ സ്കൂളിൽ വിടണം അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രവിൻ്റെ വിശേഷങ്ങൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ വിശപ്പിനെ കുറിച്ച് പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് രേണുസുധീര സൈഡിലോട്ട് വിശപ്പ് ചാഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ കൊടുത്ത് അതിനെ എടുത്ത് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ എടുത്ത് അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ വിശപ്പ് പറയാൻ വന്നിരിക്കുന്നത്. കിച്ചുവിൻ്റെ സൈഡിൽ നിന്നാണ് ഇന്നത്തെ ആ ഒരു സംസാരം എനിക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വിശപ്പിൻ്റെ സംസാരം കേൾക്കണം കേട്ടോ. അതിന് മുന്നായിട്ട് പുതിയതായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ കാര്യം ഒന്ന് കേട്ടിട്ട് വരാം, എന്താ പറയുന്നതെന്നല്ലേ. ഓക്കെ. സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ, അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക, അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല, ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ വിശപ്പ് പറഞ്ഞേ കേട്ടല്ലോ. സോഷ്യൽ മീഡിയയാണ് ഈ കണ്ടന്റുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിശപ്പ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിശപ്പ് ഓരോന്ന് വന്ന് നമ്മളോട് കണ്ടന്റുകൾ ഇട്ട് തരുന്നു, അതെടുത്ത് വെച്ച് റിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിച്ചുവിനെ മൊത്തത്തിൽ അടിച്ച് താക്കാമെന്ന് വിശപ്പും രേണുവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ അത് നടന്നില്ല. യൂട്യൂബറായ ഞങ്ങളെ കൊണ്ട് അത് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അത് തന്നെ യൂട്യൂബറായിട്ട് കുറച്ച് പേര് ചെയ്തോളൂ. പിന്നെ കണ്ടന്റുകൾക്ക് കറക്റ്റാണ്. ബിഷപ്പ് പറഞ്ഞ് ശരിയാണ് കേട്ടോ. മെസ്സേജ് ഇടാനുള്ള സ്വാതന്ത്ര്യം, അതായത് അവരവരുടെ അഭിപ്രായങ്ങളാണ് അവർ മെസ്സേജായിട്ട് ഇടുന്നത്. നമ്മൾ പറയുന്നതും അങ്ങനെയാണ്, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ബിഷപ്പ് അത് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ എന്തായാലും ബിഷപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇതാ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ ഒരു പോസിറ്റീവും പറയണമല്ലോ. നമ്മളതായിട്ടുള്ള അഭിപ്രായം ബിഷപ്പ് തന്നെയാണ് പറയണം, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും കിച്ചുവിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സംസാരം ബിഷപ്പിൽ നിന്ന് വന്നത്. അപ്പോൾ കിച്ചുവിനോട് ഏതൊരു വിദ്വേഷവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ബിഷപ്പ് ഇനി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ബിഷപ്പിനെ കുറിച്ച് നമുക്കൊരു കണ്ടന്റ് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ബിഷപ്പിന് കാര്യം മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും ഏറിൽ കയറുമെന്ന് ബിഷപ്പ് വിചാരിച്ചില്ല. കിച്ചു ആകെ മൊത്തം ഇതോടെ തീർന്നു. അതായത് ബിഷപ്പ് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. അതോടെ കിച്ചുവിനെ അടിച്ച് നമ്മളെല്ലാവരും കൂടെ ശരിയാക്കും എന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പിൻ്റെ മനസ്സിലിരിപ്പ്. പക്ഷേ ബിഷപ്പ് അവിടെ തെറ്റിപ്പോയി. ബിഷപ്പിന് കിച്ചു നല്ലൊരു കുട്ടിയാണ് എന്നുള്ളത് എവിടെ നിന്നെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ന്യൂസ് കിട്ടാതിരുന്നിട്ടുണ്ടാവില്ല ബിഷപ്പിന്. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോൾ ബിഷപ്പിന് അത് മനസ്സിലായി. കിച്ചുവിൻ്റെ വശത്തും കുറച്ച് ന്യായമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കിച്ചു എൻ്റെ തെറ്റ് ചെയ്തില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കും അറിയാം. പക്ഷേ ആരെങ്കിലും എടുത്ത് പുറത്തിട്ടാൽ മാത്രമേ ഞങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളായിട്ട് വന്ന് പറയില്ല. കാരണം ഇപ്പോൾ ഓരോ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്.
ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൊണ്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുപോലെ അച്ഛൻ്റെ പണി അച്ഛൻ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ പബ്ലിക്കിലേക്ക് വരില്ലായിരുന്നു അല്ലേ അച്ഛാ? അച്ഛൻ അത് മനസ്സിലായിട്ടുണ്ടാവും. സോറി, എല്ലാവരും വിശപ്പെന്ന് പറയുന്നു, ഞാൻ മാത്രം അച്ഛനെന്ന് പറയുന്നു. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെ വിളിച്ച് ശീലമായതുകൊണ്ടാണ് വിശപ്പ്, ക്ഷമിക്കണം. അല്ലാതെ വേറെ ഒരു വിദ്വേഷം കൊണ്ടല്ല അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് വിശപ്പിനെ അച്ഛനെന്ന് വിളിക്കാനുള്ള ആ ഒരു ഇതാണ് വരുന്നത്. എന്തായാലും നല്ല കാര്യമാണ്, കിച്ചുവിൻ്റെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, അതിലെല്ലാം നല്ല കാര്യമാണ്. പിന്നെ ഓരോരുത്തർക്കും അവരവരായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അത് കമൻറ്റിൽ കൂടിയായാലും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് വിശപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോഴും രേണുസുധിയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് അച്ഛൻ ആ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലും. അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം. അത്രയ്ക്ക് അവരുമായിട്ടുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോഴും അച്ഛൻ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുക. അവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് പുറത്തേക്ക് കളയുക. ഇതാണ് അച്ഛൻ്റെ ഡ്യൂട്ടി. ഇത് അച്ഛന് നന്നായിട്ട് അറിയാം, നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ അച്ഛൻ അവിടെ നിന്ന് കേട്ടിട്ട് അതിനെ കുറച്ചുകൂടെ പെരുപ്പിച്ച് പൊലിപ്പിച്ച് പറക്കിയെടുത്ത് അത് മീഡിയക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുകൊടുത്ത് അത് എടുത്ത് വെച്ച് യൂട്യൂബറായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അതുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് എന്തിനാ അച്ഛാ? ഇത് അച്ഛനാണ് ഇവിടെ തുടങ്ങിയത് അല്ലേ? രേണുവിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയിൽ കണ്ടന്റുകൾ കൊണ്ടിട്ട് തന്നുകൊണ്ടിരുന്നു. അതെടുത്ത് വെച്ച് യൂട്യൂബറായിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അതാണ് ശരി. അച്ഛനത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണുസുധിയും കൂടെ ഇതേപോലെ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാ വീട്ടിലും ഇപ്പോൾ യൂട്യൂബറായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന എനിക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലേ. അത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ മോനും ഇതേപോലെ ക്യാൻസർ തന്നെയാണ്. രേണുസുധി കാണിക്കുന്ന പോലെ ഞാനും 24 മണിക്കൂറും ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്ത് ഇടുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും ഈ യൂട്യൂബർക്ക് ഒരു കണ്ടൻറ്റായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. രേണു അതാദ്യം മനസ്സിലാക്കുക. രേണുവിൻ്റെ വീട് മാത്രമല്ല പ്രശ്നം, വലിയ വലിയ നടന്മാരുണ്ട്, നടിമാരുണ്ട്, ഇവരെയൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളില്ലേ? എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട്. അവരാരും ഇതുപോലെ കൊണ്ടുവിട്ട് തരുന്നില്ല ഞങ്ങൾക്ക്. മനസ്സിലാക്കുന്നുണ്ടോ? അത് രേണുവിൻ്റെയും പറയാനുള്ള, രേണുവിന് സുഖമില്ലാത്തതാണ്. അപ്പോൾ സുഖമില്ലാത്ത കാര്യങ്ങളായിട്ട് ആ ഒരു ഇതിലേക്ക് പോവുക. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട ആ ഒരു ഇതിൽ അൻഷാദിനെ കുറിച്ച് അൻഷാദ് പറയുന്നൊന്നും അറിഞ്ഞില്ല. അതൊക്കെ വെറും ഫേക്കാണ് രേണു പറയുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ യൂട്യൂബർ എല്ലാം എടുത്തു വെച്ച് ഈ ഒരു റിയാക്ഷൻ ചെയ്തിട്ടും വീഡിയോസൊക്കെ ചെയ്തിട്ടും രേണു അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും രേണു അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ രേണുവിൻ്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ അത് വണ്ണം വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ അത് തോന്നുന്നില്ല. കുറച്ച് ഇൻഫെക്ഷൻ ആയതുപോലെയാണ് എനിക്ക് മുഖമൊക്കെ ഫീൽ ചെയ്തത്. കാരണം എൻ്റെ മോനും ക്യാൻസർ ആയിരുന്നു. കീമോ എടുത്ത് കുറച്ച് യാത്രകളൊക്കെ അവൻ ചെയ്തപ്പോൾ, അതായത് ഡോക്ടറിൻ്റെ അനുവാദം ഇല്ലാതെ അവനെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അവൻ്റെ നിർബന്ധത്തിനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്രകളൊക്കെ ചെയ്തതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് അവന് കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയി. അപ്പോൾ ശരീരം മൊത്തം ഇതുപോലെ നീരടിച്ചായിരുന്നു. സത്യം അതാണ്. അപ്പോൾ രേണുവും യാത്രകൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്രകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോഷനായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രേണുവിന് പൈസ വേണം, അത് ശരി തന്നെയാണ്, എനിക്കും അറിയാം, അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അത് ചെയ്യുന്നതോടൊപ്പം മാസ്കുകളും അതെല്ലാം ഞാൻ കൈകാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ഡോക്ടർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ സെൻട്രൽ ലൈന് രേണുസുധി പറയണ പോലെ എന്താണ് പിക്ക് ലൈനാ, അങ്ങനെയാണ് രേണുസുധി പറയുന്നത്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ RCCയിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് സെൻട്രൽ ലൈൻ എന്നാണ് പറയുന്നത് ആ ഒരു പിക്ക് ലൈനിന്. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ്. ഞാനത് ഇവിടെ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ശരിയാണോ രേണു? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. രേണുവിനെ കുറിച്ച് കുറ്റം മാത്രം പറയാൻ വന്നിരിക്കണമെന്നൊന്നും വിചാരിക്കല്ലേ. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയും, ചീത്ത ചെയ്താൽ ചീത്തയും തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അതാണ് നമ്മുടെ അതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. അത് രേണു മനസ്സിലാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുറച്ച് ദിവസത്തിന് മുമ്പേ അവിടെ നിന്നല്ലേ ബ്ലഡ് ലീക്കായെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല രേണു, എനിക്ക് എൻ്റേതായിട്ടുള്ള
ഒരു അഭിപ്രായമാണ്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് രേണുവിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പിക് ലൈൻ എന്ന് പറയുന്ന രേണു, അതായത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എപ്പോഴും മൂടി വെക്കേണ്ട സാധനമാണ്. ഇങ്ങനെ തുറന്നു വെക്കേണ്ട ഒരു സാധനമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എൻ്റെ മോൻ ഇടാൻ വേണ്ടി നിന്നപ്പോൾ ഇത് രേണുസുതി ഒരു കാര്യം പറഞ്ഞാൽ സത്യം തന്നെയാണ്. കാരണം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലോട്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും വലിപ്പമുള്ള ഒരു സൂചിയാണ് അത് വെക്കുന്നത്. നല്ല പണിപ്പെട്ടാണ് അത് വെക്കുന്നത്. അത് മാത്രവുമല്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. നല്ല പെയിനാണ്. ഒന്നിട വിട്ട് അത് ഡ്രസ്സിങ് ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ആരോഗ്യ പ്രശ്നം എൻ്റെ പ്രബിനുള്ളത് കൊണ്ട് ഞങ്ങളത് വേണ്ട എന്നാണ് ഡോക്ടറോട് പറഞ്ഞത്. ആദ്യമൊന്നും ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ഞങ്ങളുടെ ഒക്കെ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ കണ്ട് അവൻ്റെ ശരീരത്തിൽ അതൊന്നും വയ്ക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. കാരണം കറക്റ്റായിട്ട് ഒരു 22 കിലോ വെയിറ്റ് പോലും കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. ഇപ്പോൾ അല്ല, അവൻ്റെ കീമോ തുടങ്ങുന്ന ആ സമയങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവനെ കാണുമ്പോൾ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ എല്ലാ ദിവസവും കീമോ എടുക്കുമ്പോൾ ഒക്കെ കുത്തണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ഇത് വേണ്ട എന്നുള്ള രീതിയായിരുന്നു ഞങ്ങളുടെ ഒരു അഭിപ്രായം. അത്രയും അത് റിസ്ക് ആയതുകൊണ്ടുള്ള ആ ഒരു പേടി കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നരട വിട്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്ത് അത്രയും ഡ്രസ്സിങ് ചെയ്ത് അത് മൂടി വെക്കേണ്ട ഒരു സംഭവം ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നുവാണ് രേണു. സത്യത്തിൽ അവർ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം രേണുവിനാണ് ആദ്യമായിട്ട് ഇട്ടേന്ന് പറയുന്നു. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തിരുവനന്തപുരം RCCയുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. കാരണം എന്നാന്ന് പറഞ്ഞാൽ, അത് എപ്പോഴും ഒന്നരടം വിട്ട് ഡ്രസ്സിങ് ചെയ്യുക മാത്രമല്ല, അത് വെച്ച് കണ്ണാടി ഒരു കവറിങ് ഉണ്ട്, അത് വെച്ച് എപ്പോഴും കവർ ചെയ്ത് അത് മൂടി വെക്കാനുള്ള ഒരു സംഭവം കൂടെയാണ്. രേണു വച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിശയിക്കുകയാണ്. ഞങ്ങളുടെ RCC വരുന്ന ആരും ഇതേപോലെ ഓപ്പണായിട്ട് കൊണ്ട് നടക്കുന്നതേ ഇല്ല കേട്ടോ. അത് ബ്ലാസ്റ്റർ ഇട്ട് എപ്പോഴും മൂടി കെട്ടി കംപ്ലീറ്റ് കൈ അത്രയും ഭാഗം കംപ്ലീറ്റ് മൂടി അത് വച്ചേക്കും. ഞാൻ അതിശയിച്ചു പോവുകയാണ് രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഉള്ളൂ പറയാൻ. രേണു അത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ നീ കാണുകയാണെങ്കിൽ പ്ലീസ്, അത് എൻ്റെ റിക്വസ്റ്റായിട്ട് നീ കാണണം. അത് എപ്പോഴും കവർ ചെയ്ത് വെക്കേണ്ട ഒരു ഇതാണ്. ഇൻഫെക്ഷൻ ആവും. അത് എനിക്ക് ആ മുഖമൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടകരമായി. അത് ഇൻഫെക്ഷൻ ആണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. കാരണം എൻ്റെ മോനും ഇതുപോലെ വന്നതുകൊണ്ട് പെട്ടെന്ന് ഈ മുഖമൊക്കെ കയറി അങ്ങ് ഊതി, ശരീരമൊക്കെ കയറി അങ്ങ് ഊതി വല്ലാത്തൊരവസ്ഥ വന്നു. ഞാനും ആദ്യം വണ്ണം വെച്ചതായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കത് മനസ്സിലായി, ഇൻഫെക്ഷൻ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ രേണുവിൻ്റെ കൂടെ പറയുന്നത്. അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കുക. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുതിയതായിട്ട് കാണുന്നവർ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബൈ.